എൻ്റെ പേര് അജേഷ്. ഞാൻ വടകരയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 നവംബർ 27-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ കടബാധ്യതയാണ്. കടബാധ്യത എന്ന് വെച്ചാൽ എൻ്റെ അങ്ങേയറ്റം കടബാധ്യതയാണ്. ഞാൻ ഒരു പുതിയ ഭവനം നിർമ്മിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്നെക്കൊണ്ട് എടുക്കുന്ന എല്ലായിടത്തും ഞാൻ ഒരു കടം മേടിച്ച്, ലോണായിട്ടും വ്യക്തികളെ എല്ലാം പലയിടത്തും കടം മേടിച്ച് അവസാനം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ ആത്മഹത്യ അടക്കം ചെയ്യാൻ ശ്രമിച്ചു. വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടായി. ഞാൻ കൊടുക്കുന്ന പൈസ എല്ലാം അവർക്ക് എല്ലാ ബാങ്കിലും എല്ലാ വ്യക്തികൾക്കും അവരുടെ പലിശക്ക് മാത്രമായി തികഞ്ഞു. മുതലിൽ ഒരു ഉറുപ്പ്യ പോലും മുതലിലേക്ക് കൊടുക്കാൻ അത് എത്തിക്കില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു KSFE ചിട്ടി ചേർന്നിട്ട് ആ കിട്ടുന്ന ചിട്ടി വിളിച്ചിട്ട് എനിക്ക് കടം വീട്ടാൻ തീരുമാനിച്ചു. ഒരു മാസം 4 നാർക്കെടുക്കും ആ ചിട്ടിയിൽ. അങ്ങനെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചിട്ടി ചേർന്ന് ആ ചിട്ടിയായിട്ട് 1 മാസമായി 2 മാസമായി 1 വർഷങ്ങളായി എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ ജോസിൻ്റെ ഒക്കെ പോയതും അമ്പലങ്ങളിൽ പോയതും അത് കടം വെച്ചും. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഫാമിലി സുഹൃത്തായ അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ പുതിയ നിർമ്മിച്ച വീട് വിറ്റ് ഞങ്ങൾക്ക് എൻ്റെ കടം വീട്ടി ഒരു ചെറ്റക്കുടിൽ മതി, സമാധാനത്തൊന്നും ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് സമാധാനിച്ചു. പക്ഷേ വീട് കാണാൻ പല ആൾക്കാരും വരും. പക്ഷേ എല്ലാവരും വരും, വീട് ഇഷ്ടപ്പെടും, പോകും. ഒരു റിപ്പോർട്ടും കാര്യം ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു, നമുക്ക് എന്തിനങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് മരിച്ചു കളിയാം. പക്ഷെ മരിച്ചു കളിയാൻ എനിക്ക് മരിക്കുന്നത് കുഴപ്പമില്ല. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കുമെന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. സത്യം പറയാം, ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനൈഡിനെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്രത്തോടെ ഞാൻ ചിന്തിച്ച്, ഞാൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ ചിന്തിച്ച് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുനീര് വരും, എങ്ങനെ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ. ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ പപ്പാട്ടനോട് പറഞ്ഞു, പപ്പാട്ടാ എൻ്റെ സ്ഥിതി ഇതാ, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ്, നീ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസന സാക്ഷ്യം നീ കേട്ട് നോക്കി, അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് എനിക്ക് തരും, അത് നീ കണ്ടു നോക്കുന്നതാണ്. ഇനി ലാസ്റ്റ് അമ്മയും കൂടി ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം. എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്നൊരു ഭയങ്കര അധികം ആഗ്രഹം വന്ന്. അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി, പപ്പാട്ടാ അവിടെ പോകുന്ന വഴി എങ്ങനെയാണ്, എനിക്ക് വേഗം തന്നെ പോകണം. അപ്പം അവർ പറഞ്ഞ്, നീ ഇന്നേ വഴി കൂടി പോയാൽ മതി. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മാതാവിനെ ക്ഷണിച്ച് വരുത്തി എന്ന് പറയാം. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി ഫസ്റ്റ് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഫസ്റ്റ് മാതാവിൻ്റെ ഫോട്ടോവും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു പുറത്തുള്ള എൻ്റെ അമ്മയും അച്ഛനെല്ലാം കാണുമ്പോൾ എനിക്കൊരു കുറവും ഒരു ചമ്മലുമായിരുന്നു. പക്ഷേ കുറച്ച് കാലം അങ്ങനെ പതുങ്ങി ബെഡ്റൂമെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ജീവിക്കുന്ന ദൈവമാണ്. അവരെ 10 ആളെ മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റു പറയണം, എന്നാലും നമ്മളെ സാക്ഷിയാവും. അപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ മാതാവിൻ്റെ ഫോട്ടോവും ഈശോ അപ്പൻ്റെ ഫോട്ടോയും വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് എല്ലാ ദിവസവും ഇന്ന് വരെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വൈകല്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ 2ാമത്തെ പൂത്തിക്ക് ശേഷം ഞാനൊരു പുലർച്ചെ ഒരു സ്വപ്നം കണ്ട്, ഒരു പൂമ്പാറ്റ ഒരു ഞായറാഴ്ച ഒരു പൂമ്പാറ്റ വന്നിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അപ്പോൾ അതിലെന്നോട് യേശു 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 എന്നാണ് എൻ്റെ കേൾക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ വൈഫോട് പറഞ്ഞു ഇന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ ഞാൻ എല്ലാ ഞായറാഴ്ചയും കുർബാന പങ്കെടുക്കലുണ്ട്. കുർബാന പോയി നോക്കുമ്പോൾ ആ ആൾത്താരയിൽ ഞാൻ സ്വപ്നം കണ്ട പൂമ്പാറ്റ തന്നെ ഈ ആൾത്താർ ഫുള്ളായിട്ട് ഞാൻ കുർബാന കഴിയുന്നത് വരെ ആ പൂമ്പാറ്റ ഇങ്ങനെ ചുറ്റി പാറി നടന്ന് ഭയങ്കര അന്നൊരു സമാധാനമായി. യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ സുഗന്ധാഭിഷേകം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം വന്നുകൊണ്ടിരിക്കും. എനിക്കിങ്ങനെ സ്മെല്ല് വരുമ്പോൾ ഞാൻ വൈഫോട് ചോദിക്കും, കുഞ്ഞുങ്ങൾക്ക് മണക്കുന്നുണ്ടോ? അപ്പോൾ പറയും, എനിക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾ ഭാഗ്യവാനാണ്, മാതാവ് കൂടെയുണ്ട്. അപ്പോൾ 2 പുതുക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സാക്ഷിയാക്കിയില്ല. 3ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ മാതാവ് KSFE ചിട്ടി എനിക്ക് കിട്ടി. വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ഒരു വീട് വെച്ചിരുന്നു. വീട് വെച്ചതിന് ശേഷം അതിൻ്റെ മുറ്റം മുഴുവനായിട്ട് പുല്ലും കാടും നിറഞ്ഞ
ഒരു വൃത്തികേടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു 4 വർഷമായി എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഇൻ്റർലോക്കോ കല്ലോ എന്ത് വെക്കണം, ഒരു ചുറ്റുമതിൽ കെട്ടണം, ഒരു വീട് വൃത്തിയായി വെക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്ത് ഞാൻ ആ പൈസ ചിട്ടിയിൽ നിന്ന് കിട്ടിയ പൈസ കുറച്ച് മിച്ചം വെച്ച് അതെല്ലാം ചേർത്ത് ബാക്കി പകുതി കടം തീർന്നു. എന്നാലും എൻ്റെ കടം ബാക്കിയാണ്. ഞാൻ എത്ര ജോലി ഞാൻ നല്ലൊരു വെൽഡിങ്ങിൻ്റെ പണിക്കാരാണ്. പണിയെടുത്ത് ജോലിയെടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടുന്ന പൈസ തീർത്തും മുഴുവനായിട്ടും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാത്രമേ അടക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവേ എനിക്കൊരു വഴി കാട്ടിത്തരണം, എനിക്ക് പകുതി കട കഴിഞ്ഞിട്ടുള്ളൂ, ഒരു കടം കൂടി എനിക്ക് പകുതിയും കൂടി തീർത്താൽ ഒരു വഴി കാട്ടിത്തരണമേ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സിലൊന്ന് ആരോ പറയുന്നത് പോലെ തോന്നി, നീ വീണ്ടും ചിട്ടി ചേര്, വീണ്ടും കേസ് വെച്ചിട്ട് ചേര്. ഞാൻ ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആകെ ഒരു ചെറിയൊരു അല്പവൻ്റെ ഒരു ചെയിനുണ്ടായിരുന്നു, അത് വിറ്റ്. ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ആരും പുറത്തുള്ളാരും അറിയില്ല, അമ്മയൊന്നും അറിയില്ല. ആ വിറ്റ ശേഷം എടുത്ത് ആ പൈസ ഞാൻ ചിട്ടി ചേർത്ത്. പിന്നെ മാസം അടക്കേണ്ടതല്ലേ, ഞാൻ വിചാരിച്ച് അമ്മ മാതാവ് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് KSF ചിട്ടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച്. പക്ഷേ കിട്ടിയില്ല. 2 ആയി 3 ആയി 4 ആയി കിട്ടിയില്ല. ഞാൻ ഓരോ മാസം കഴിയുന്തോറും മാതാവിനോട് പറയും, മാതാവേ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനം കുറവായിരുന്നു, അതായിരിക്കും. ഞാൻ പിന്നെ കൂടുതൽ ചെയ്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവസാനം ഞാൻ ഈ ചിട്ടി കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ ബാങ്കിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പൈസയാണ്. അത് സ്റ്റോപ്പ് ചെയ്ത് ആ പൈസയാണ് KSFയിൽ ചിട്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ 4 മാസത്തെ കുടിശ്ശിക വന്ന് അപ്പോൾ ബാങ്കുകാർ എന്നെ വിളിച്ചു, ഞാൻ എൻ്റെ വീട് എവിടെയാണ്, ഞാൻ അവിടെ വരുന്നുണ്ട്, പിന്നെ നിയമ നടപടി എടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അതും ടെൻഷനായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ അടുത്ത മാസം എനിക്ക് ചിട്ടി കിട്ടിയില്ലെങ്കിൽ മാതാവേ ഞാൻ ചിട്ടി ഞാൻ ക്ലോസ് ചെയ്യൂ, നിർത്തിവെക്കും, എനിക്ക് രണ്ടും കൊണ്ടുപോകാനാവില്ല. ബാങ്കുകാർ എന്നെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തും, എന്തെങ്കിലും മാതാവ് ചെയ്യണം, അമ്മയുടെ പ്രത്യക്ഷനെ സാക്ഷിയാക്കി എന്നെ മാറ്റണം മാതാവേ ഞാൻ പ്രാർത്ഥിച്ച്. 5-ാമത്തെ മാസമാകട്ടെ ഞാൻ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും പ്രാർത്ഥിച്ച്. അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത അത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക്. പക്ഷേ അത് ദൈവാധീനം കൊണ്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു, ആ ചിട്ടി എനിക്ക് നേടിത്തന്ന്. മഹാത്ഭുതം എന്ന് പറയട്ടെ. എൻ്റെ ഇപ്പോൾ എനിക്ക് 16 ലക്ഷം റുപ്യ കടമായിരുന്നു, 16 ലക്ഷം റുപ്യ. ഇപ്പോൾ എനിക്ക് ഇന്ന് വരുമ്പോൾ എനിക്ക് 1 ഉറുപ്യ കടയില്ല. എൻ്റെ കടബാധ്യത എല്ലാം മാതാവ് വീട്ടി. 2 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് എൻ്റെ വീടും പരിസരവും എല്ലാം മാറി, എൻ്റെ കടം മാറി. അപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിക്കൂ, നിനക്ക് പിന്നെ ക്രിസ്ത്യൻസിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും പള്ളിയിൽ നിനക്ക് പൈസയാരും തന്നിക്കോ, എനിക്ക് അവരെന്ത് തന്നിക്കോ, ഞാളും ചേരുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും എനിക്കും തരുവാൻ പറ്റുമോ? ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനല്ല, ഇത് ഉടമ്പടിയാണ്, അവർ ഉടമ്പടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നിയോഗം നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ നിനക്ക് മാതാവ് കൊണ്ടുതരും അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ എല്ലപ്പോൾ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലപ്പോഴും എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളായി ഇടുക. അപ്പോൾ പല ആൾക്കാരെന്നെ ചോദിക്കാറുണ്ട്, നീ എന്താടാ ക്രിസ്ത്യനായോ? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം മാറ്റി ഏറ്റവും ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്ക് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കൂ. ചില ആൾ എന്നോട് അസൂയ കൊണ്ടും ചില ആൾ സഹതാപം കൊണ്ടും ചോദിക്കൂ. അപ്പം അങ്ങനെ പല അത്ഭുതങ്ങൾ. പിന്നെ എനിക്ക് കൈകൾ വേദനകൾ വരുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് ശേഷം അത് രാവിലെ നമുക്ക് അത് ആ വേദന ഉണ്ടാവുകയില്ല. അങ്ങനെ പല ആപത്തുകളിൽ നിന്നും ഞാൻ എവിടെ പോകും, എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങുമ്പോഴടക്കം ഞാൻ മാതാവിനോട് ചോദിക്കും, മാതാവേ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാം, മാതാവേ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വന്നേ തീരും മാതാവേ, അങ്ങനെ എന്നെ സംരക്ഷിക്കണേ. അതേപോലെ എന്നെ പല ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഓടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു. ഞാൻ അടിയിൽ കൂടി പോയിരിക്കുമ്പോൾ എന്തോ ഭാഗ്യം എന്നറിയില്ല, പാമ്പ് എന്നെ കടിച്ച് പാമ്പ് താഴെ വീണു. അന്നേരം വിചാരിച്ച് മാതാവിനെ രക്ഷിച്ചു. അങ്ങനെ പല ആപത്തിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ വീടിപ്പോൾ ശാന്തിയും സമാധാനം നിറഞ്ഞ വീടായിരിക്കുന്നു. 2 വർഷം കൊണ്ട് എനിക്ക് ഒരു ജീവിതകാലത്ത് ഇതുവരെ അനുഭവിക്കാത്ത സുഖം എനിക്ക് മാതാവ് കൃപാസന മാതാവ് എനിക്ക് നടന്നു. എൻ്റെ മരണം വരെ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കുന്ന ഒരു കുറവും കാര്യങ്ങളായിരുന്നു.
ആർക്കെങ്കിലും എന്നെ വഴക്ക് പറയുമോ എന്തെങ്കിലും ഒരു പരിഹാസമായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചോദിക്കൂ, എന്നാലും വഴക്ക് പറയാത്ത എന്താണ്, പറയട്ടെ, എന്നാൽ എനിക്ക് ഒരു ദേവരാജ്യത്തിലേക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ, പറയട്ടെ ഞാൻ കൊടുക്കും. അത് അവനെല്ലാവരും കൊടുക്കും. ഞാൻ നടന്ന് പോയിട്ട് എൻ്റെ ടൗണിൽ തന്നെ പോയിട്ട് എല്ലാവരുടെ പോയി ഞാൻ പത്രം കൊടുക്കും. ചില ആൾ തന്നെ ഒരു പുച്ഛത്തോടെ നോട്ടവും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അവരെ അറിയാണ്ട് ചെയ്തു പോയതാണ്, അവരോട് ക്ഷമിച്ചേക്കണമേ. അതേപോലെ ഒരിക്കൽ പത്രം കൊടുത്ത ശേഷം ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്രം കൊടുത്ത ശേഷം ഞാൻ തിരിച്ച് അവരെ വാച്ച് ചെയ്തിട്ടുണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന്. വാച്ച് ചെയ്തുകൊണ്ട് അവർ പൊതിച്ചോറിൻ്റെ അകത്ത് എൻ്റെ ആ കൃപാസന പത്രം പൊതിച്ചോറ് പൊതിഞ്ഞ് കൊണ്ടുവരുന്നു. എൻ്റെ നെഞ്ഞ് തകർന്നു പോയി. ഞാൻ ഓടിപ്പോയി അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്തെന്നാ ചെയ്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇത് വായിക്കണം, ഇത് പരിശുദ്ധമായ സാധനമാണ് ഇങ്ങനെ ചോറിനാണ് ഞാൻ മേടിച്ചു തരാം, ഇങ്ങനെ പത്രം നിങ്ങൾക്ക് വേണ്ട എനിക്ക് തന്നേക്ക്, ഞാൻ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം. ഞാൻ പത്രം വാങ്ങി വേറെ കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ റോഡരികളിലും ഭക്ഷണം കിട്ടാത്തവർക്കും വേണ്ടി ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ എല്ലാവർക്കും പോയി കൊടുക്കും. പിന്നെ രോഗികൾക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ടാകുന്ന സഹായം ചെയ്യും. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പിന്നെ വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്നവർക്കും വേണ്ടിയിട്ടും എന്നെക്കൊണ്ടാകുന്ന പരമാവധി ആർക്കെല്ലാം എന്നെക്കൊണ്ട് സഹായിക്കുമോ അതെല്ലാം ചെയ്യാനാവും. പിന്നെ എൻ്റെ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതം മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു മുൻകോപക്കാരനാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അതേപോലെ എടുത്തുചാട്ടം, ഭയങ്കരമായിട്ട് എടുത്തുചാട്ടമാണ്. എടുത്തുചാട്ടം കൊണ്ടാണ് എൻ്റെ കടബാധ്യത വന്നത്. ഉടമ്പടി എത്തിയ ശേഷം ഞാൻ മദ്യപിക്കാറുണ്ട്. മദ്യപാനം ഇപ്പം 2 വർഷമായി പൂർണ്ണമായി നിരോധിച്ചു ഇല്ല. അതുപോലെ ഇപ്പോൾ എല്ലാവരോടും എന്താണെന്നറിയില്ല, ഒരു സങ്കടം കണ്ടാൽ എനിക്ക് ഭയങ്കരമായി സലിഞ്ഞു പോകും. ആർക്ക് എത്ര കൊടുത്താൽ എനിക്ക് മതി വരില്ല എന്നുവെച്ചാൽ മതിയാവോളി കുറഞ്ഞു പോയോളി എന്നൊരു ചിന്താഗതിയാണ് എനിക്ക് ഇപ്പോൾ. എനിക്ക് ദൈവം അപ്പോൾ ഇന്ന് പറയേണ്ടത് ഒരു ഭയങ്കര കാര്യം, ഒരു മറ്റുള്ളവരെ സങ്കടം കാണുമ്പോൾ ഭയങ്കര വല്ലാതെ അലിഞ്ഞു പോകും. എത്ര ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവേ അവരങ്ങ് രക്ഷിക്കണേ. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയ എനിക്ക് ഈ 2 വർഷത്തിനുള്ളിൽ മൃഗമായിരുന്ന തന്നെ മനുഷ്യനായി ജീവിച്ച് മാതാവിൻ്റെ കോടാനുകോടി നന്ദി. മാതാവ് എന്നും എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ എന്നും മാതാവിനെ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37:4-5 തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. അജേഷ് എന്ന ഈ സഹോദരൻ്റെ ജീവിതം തിരികെ കിട്ടിയ ഉടമ്പടി സാക്ഷ്യമാണ് നാം ശ്രവിച്ചത്. എത്ര ദയനീയമായ ജീവിത സാഹചര്യമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ആ വാക്കുകൾ. മകൻ പറയുന്നുണ്ട്, ഇന്നെനിക്ക് സമാധാനമുണ്ട്, ഇന്നെനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ക്രമീകരിച്ച് നൽകുന്നു. 16 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ എനിക്കത് മാറ്റിത്തരുവാനുള്ള സന്ദേശങ്ങൾ അമ്മ മാതാവ് എനിക്ക് നൽകി. ആ സന്ദേശത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ ബാധ്യതകൾ മുഴുവനും നീക്കിത്തരുന്ന രീതിയിൽ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന്. ആർക്കും എപ്പോഴും ദൈവസ്നേഹത്തോടുകൂടി നന്മ പ്രവൃത്തി ചെയ്യുവാൻ ഇന്നെന്നെ നിരന്തരം എൻ്റെ ആത്മാവ് എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കൊടുത്താലും മതിയാവാത്ത വിധം എൻ്റെ മനസ്സിന്ന് മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയാണിത്. ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ കൊടുക്കുന്നതിൻ്റെ കണക്കിനെക്കുറിച്ചല്ല, കൊടുക്കുന്നതിൻ്റെ തൃപ്തിയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. അത് ഇത്ര കൊടുത്തല്ലോ എന്നൊരു സന്തോഷമല്ല, ഇത് മതിയാകുമോ എന്ന ഒരു മനസ്സിൻ്റെ ഒരു ചോദ്യമായിരിക്കും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ സമയം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, സേവനം കൊടുത്ത്, പ്രാർത്ഥന കൊടുത്ത് മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാനാകുമോ ആ മേഖലകളിലൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവ സാന്നിധ്യമായി ജീവിച്ചു കയറുവാൻ നമ്മളെ ഉടമ്പടിയിലൂടെ സഹായിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ സഹോദരൻ പറഞ്ഞു, എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒട്ടും സംശയമില്ലാതെ പോകുവാൻ സന്തോഷത്തോടെ കൃപാസനത്തിന് പത്രം കൊടുത്തുകൊണ്ട് ദൈവശക്തിയെക്കുറിച്ചും ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ചും സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ എപ്പോഴും സാധിക്കുന്നുവെന്ന് തൻ്റെ സ്റ്റാറ്റസായി ഉടമ്പടിയുടെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ തന്നെ കാണുന്നവർ, തന്നോട് ഇടപഴകുന്നവർ, തന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഞാൻ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ, ദൈവികമായ സംരക്ഷണയിൽ, ഈശോയിൽ വിശ്വസിച്ച് ഓരോ ദിവസവും ജീവിക്കുന്നുവെന്ന് പറയുന്ന വിധത്തിൽ ഈ അക്രൈസ്തവ മകൻ്റെ ജീവിതം മാറിയതിൻ്റെ സാക്ഷ്യമാണ് വാക്കുകളിലൂടെ പങ്കുവച്ചത്. വളരെ ജീവിത സാഹചര്യങ്ങൾ താഴ്ന്നതാണെങ്കിലും വിശ്വാസത്തിൽ എത്രത്തോളം അടിയുറച്ചുവെന്ന്, ആഴപ്പെട്ടുവെന്ന്, ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിതം എത്രത്തോളം മറ്റുള്ളവർക്ക് വ്യയം ചെയ്യുവാൻ തയ്യാറാകുന്നുവെന്ന് മകൻ്റെ വാക്കുകളിലൂടെ മകൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ച ദൈവസന്നിധിയിൽ വരുന്നവരെ ആരെയും നിരാശരായി സങ്കടത്തോടെ അമ്മ മാതാവ് പറഞ്ഞയക്കില്ല. ഈ കുടുംബം ഇന്ന് സന്തോഷത്തിൽ, സമാധാനത്തിൽ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ ഓരോ ദിവസവും ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മക്കളെ വഴി നടത്തിയതിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും ഇത് സാധിക്കും. നമുക്കും നല്ല പ്രത്യാശയോടും ഉറച്ച ശരണത്തോടും അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം, ജീവിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം